വെരി ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th ചാപ്റ്റർ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദി കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജിലെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു കോസ്റ്റിംഗ് മെത്തേഡാണെന്ത് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എന്താണ് എന്നുള്ളതും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഓരോ പോയിൻ്റ് ബേസിലായിട്ട് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യാൻ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യാൻ എന്താണ് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അതുകൊണ്ട് പ്രോസസ് കോസ്റ്റിംഗ് എന്താവണം എന്നില്ല, ആപ്റ്റ് ആവണം എന്നില്ല. ദെൻ സെക്കൻഡ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വാല്യൂ ലോസസ്, വേസ്റ്റ്, സ്ക്രാപ്പ്, വേസ്റ്റ്സ്, ലോസസ് തുടങ്ങിയ കാര്യങ്ങൾ വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഈസി അല്ല എന്നുള്ളതാണ് സെക്കൻഡ് ഡിമെറിറ്റിൽ പറയുന്നത്. ദെൻ തേർഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു അപ്പോർഷൻ ടോട്ടൽ കോസ്റ്റ് അമംഗ് ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. എന്താണ് ബൈ പ്രോഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രോഡക്റ്റുകൾക്കിടയിലും ടോട്ടൽ കോസ്റ്റുകളെ അപ്പോർഷൻ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ദെൻ ഫോർത്ത്, പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ആവറേജ് കോസ്റ്റ്, ദീസ് ആർ നോട്ട് ആക്യുറേറ്റ്. പ്രോസസ് കോസ്റ്റ് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റാണ്, അല്ലാതെ അത് ആക്യുറേറ്റ് ആവണം എന്നില്ല. ഓക്കെ, ഇത് ആവറേജ് കോസ്റ്റാണ്. എത്രയാണോ ഔട്ട്പുട്ട് ഉള്ളത് അതിനെ ആ ഒരു കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ആവറേജ് കോസ്റ്റാണ് ചെയ്യുന്നത്. സോ അത് ആക്യുറേറ്റ് ആവണം എന്ന് ഇല്ല. ദെൻ പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ഹിസ്റ്റോറിക്കൽ. അതെന്താണ്, പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ. സോ ദീസ് ആർ നോട്ട് ഓഫ് മച്ച് യൂസ്ഫുൾ എഫക്റ്റീവ് കൺട്രോൾ. അത് കോസ്റ്റ് കൺട്രോൾ എഫക്റ്റീവ് ടൂൾ ആവണം എന്ന് ഇല്ല. ദെൻ വെൻ മോർ ദാൻ വൺ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരു ഓർഗനൈസേഷനിൽ ഒന്നിൽ കൂടുതൽ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കം ഡിഫിക്കൽട്ട്. എന്താണ്, കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇത്തരം ഡിസഡ്വാൻറ്റേജസ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് ഉള്ളത്. ദെൻ നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഇതാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദി ഫോളോയിങ് പ്രൊസീജിയർ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദി മെത്തേഡ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. താഴെ പറയുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ താഴെ പറയുന്ന പ്രൊസീജിയേഴ്സ്, സ്റ്റെപ്പുകളാണ് എന്തൊക്കെയുള്ളത് പ്രോസസ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ദെൻ ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിനും ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ എത്ര പ്രോസസ്സിലൂടെ പോകുന്നുണ്ടോ ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ദെൻ സെക്കൻഡ്, ബിസൈഡ്സ് പെർട്ടിക്കുലർ കോളംസ്, 2 columns are provided on both sides of the process account, units, ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ഡെബിറ്റ് സൈഡ് ആവട്ടെ ക്രെഡിറ്റ് സൈഡ് ആവട്ടെ പെർട്ടിക്കുലേഴ്സിന് ശേഷം യൂണിറ്റും അതുപോലെ തന്നെ എമൗണ്ടും പറഞ്ഞിട്ടുള്ള 2 കോളംസ് എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പെർട്ടിക്കുലറിന് ശേഷം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എന്ത് ചെയ്യണം, 2 കോളം വേണം. ദെൻ മൂന്നാമത്തത്, ഓൾ ദി എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ ദി റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യും, പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, വേസ്റ്റേജ്, സെയിൽസ് ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രോഡക്റ്റ് ആർ റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട്. വേസ്റ്റേജ് അല്ലെങ്കിൽ സ്ക്രാപ്പിൻ്റെ സെയിൽ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ഒക്കെ എന്താണ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, പ്രോസസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദി പെർട്ടിക്കുലർ പ്രോസസ് വിച്ച് ആർ ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്സ്. എന്താണ്, ഡെബിറ്റ് സൈഡിലെയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലെയും ഉള്ള ഡിഫറൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദെൻ ആൻഡ് ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് ഓഫ് ദി ടോട്ടൽ, ആ ടോട്ടൽ ഔട്ട്പുട്ട് പെർട്ടിക്കുലർ പ്രോസസ് വിച്ച് ആർ ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിനുള്ള ആ ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്
ഷോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് രണ്ട് സൈഡിലെയുള്ള ആ ഒരു ഡിഫറൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഷോ ചെയ്യുന്നത്. ആൻഡ് ഔട്ട്പുട്ട് എണ്ണം, ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ദി പെർട്ടിക്കുലർ പ്രോസസ്സ്, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്സ്, അതെന്ത് ചെയ്യും, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ എവറി പ്രോസസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നെറ്റ് കോസ്റ്റ് ബൈ ദി ഔട്ട്പുട്ട്. എന്താണ് ഓരോ യൂണിറ്റിൻ്റെയും ഓരോ പ്രോസസ്സിൻ്റെയും എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എത്രയാണ് അവിടെ ഔട്ട്പുട്ട് ഉള്ളത്, അതുപോലെ തന്നെ ആ കോസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ദ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ്സ് കോസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. എന്താണ് അവസാന പ്രോസസ്സിൽ, ഇപ്പോൾ 3 പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാലും എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കോസ്റ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇൻകംപ്ലീറ്റ് യൂണിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പീരീഡ് എവറി പ്രോസസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്. എന്താണ് ഓരോ പീരീഡിലും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പ്രൊസീജിയർ ഓഫ് പ്രോസസ് കോസ്റ്റിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട്, എങ്ങനെ പ്രോസസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ പറയുന്ന ആ ഒരു 7 സിറ്റുവേഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. എന്താണ് ആദ്യത്തെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ്. എന്നാൽ പ്രോസസ് ലോസ് ഇല്ലാത്ത അക്കൗണ്ടുകളാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ പ്രോസസ് ലോസ് ഉള്ള അക്കൗണ്ടാണ് പ്രോസസ് കോസ്റ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ പ്രോസസ് ലോസ് ഉണ്ട്, അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ദെൻ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് ഉണ്ട്. നമുക്കിതിൽ 5 കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. ഓക്കെ, ഫസ്റ്റ് 4 സ്റ്റെപ്പ്, ഈ ഒരു 4 കാര്യങ്ങളാണ്, അബ്നോർമൽ ഗെയിൻ വരെയാണ് നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.